ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ദോശയുടെയും കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു നല്ലൊരു കറിയാണ്. ശരിക്കും കഴിച്ചാൽ നമുക്ക് എന്തായാലും വീണ്ടും വീണ്ടും തയ്യാറാക്കിയെടുക്കണം തോന്നുന്ന അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. കനം കുറഞ്ഞിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 2 പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കശുവണ്ടിപ്പരിപ്പ് 2-3 മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5-6 ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാതെയും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും. ഇനിയെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നമ്മൾ കൂടുതൽ സമയം വഴറ്റി സവാളയൊന്നും മുരിഞ്ഞു വരുന്ന പാകത്തിലൊന്നും തയ്യാറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പിന്നെ ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഈ ഒരു റെസിപ്പിയിൽ ഒരു സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 2 തക്കാളിയെങ്കിലും ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ നല്ല പഴുത്ത 2 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് അധികം ഉപ്പ് ചേർക്കണമെന്നില്ല. കറിയിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനി തക്കാളി നന്നായിട്ട് സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ചേർത്തതല്ലേ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന ഒരു പാകത്തിൽ വേണം ഈ ഒരു കറിക്ക് വേണ്ടി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തക്കാളി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളി നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തവി വെച്ചിട്ട് കൂടി ഒന്നുകൂടി ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് ഒന്ന് തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നല്ല കറി തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതേ പാൻ തന്നെ ഞാനിവിടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയുന്നത് 2 നുള്ള്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം 2 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഞാനിവിടെ പിരിയൻ മുളക് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ പച്ചമണക്കം മാറി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. പിരിയം മുളകിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി നല്ല എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ചേർക്കാം കേട്ടോ. എന്നാൽ ഈ ഒരു കറി അധികം സ്പൈസി ആയിട്ടിരിക്കുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിരിയം മുളക് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മുളക് പൊടിയും പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു ഇത്തിരി സമയം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഒരു ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കൂടുതൽ സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 2-3 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണയോളം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ പോലും അതൊന്ന് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകത്തിനകത്തോട്ടേക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം അത്യാവശ്യം ഇത് നന്നായിട്ട് കുറുകി ഒരു എണ്ണയുടെയൊക്കെ ആ ഒരു അംശം വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇനി നമ്മുടെ കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം
ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ പനീർ ബട്ടർ മസാലയും ബട്ടർ ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയുള്ള കറിയായിട്ടല്ലേ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു പാകത്തിന് കിട്ടുമ്പോഴാണ് ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറു ചൂടുള്ള വെള്ളമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ മസാലയുടെ ഒന്നും ടേസ്റ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല. കാരണം നമ്മളത് കുറുക്കി എടുത്തിട്ടൊക്കെയാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലോട്ടേക്ക് ചുറ്റിച്ചിട്ട് ആ ഒരു മസാലയുള്ള അതിനകത്തോട്ടേക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇത് നല്ലതുപോലെ ഇനി തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. കറി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിനി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കറി നല്ലതുപോലെ തിളച്ച് നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഗ്രീൻ പീസും അതുപോലെ തന്നെ പനീറൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പനീറിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത ഈ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി രാത്രി വെള്ളത്തിൽ കുതിർത്തിയിട്ട് രാവിലെ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി പനീറും ഗ്രീൻ പീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യം, കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചിട്ട് ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടി കയ്യിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടിയാണെങ്കിലും പൂരിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.